നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ. ഇന്ന് ആഗസ്റ്റ് 16 ശനി 2025. വാർത്തകളിലേക്ക്. ട്രംപ് പുടിൻ ഉച്ചകോടിക്ക് അലാസ്കയിൽ തുടക്കം. പ്രതീക്ഷയുടെ ലോകം. 3.5 വർഷമായി തുടർന്ന ഉക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനടക്കമുള്ള ലോകം ഉറ്റുനോക്കുന്ന നിർണായക തീരുമാനങ്ങൾക്കിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ലാസ്കൻ നഗരമായ അങ്കറേജിലെ ജോയിന്റ് ബേസ് എൽ മെൻഡോർഫ റിച്ചാർഡ്സൺ സേനാ താവളത്തിൽ എത്തിയ ഇരുവരും ഹസ്തദാനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ട്രംപ് പുടിനെ സ്വീകരിച്ചത്. വിമാനത്താവളത്തിൽ നിന്ന് പുടിനും ട്രംപ് ഒരുമിച്ചാണ് US പ്രസിഡന്റ് ബീസ്റ്റ് കാറിൽ യോഗ സ്ഥലത്തേക്ക് എത്തിയത്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാസ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ. മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാസ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. അതേസമയം സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 79ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച് രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. പ്രധാനമന്ത്രി പതാക ഉയർത്തിയോടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ പതാകയുമായി സേനാ ഹെലികോപ്റ്റർ ചെങ്കോട്ടയ്ക്ക് മുകളിലൂടെ പറന്നു. അഭിമാനത്തിന്റെ ഉത്സവമാണെന്നും കോടിക്കണക്കിന് സേനാനികളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വാതന്ത്ര്യമെന്നും സാങ്കേതിക രംഗത്തടക്കം കൈവരിച്ച നിർണായക നേട്ടങ്ങൾക്ക് ഈ ചെങ്കോട്ടയും സാക്ഷിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ റെക്കോർഡിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 മണിക്കൂർ 41 മിനിറ്റ് നീണ്ടുനിന്ന ദൈർഘ്യമേറിയ പ്രസംഗമാണ് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയത്. കൂടാതെ ചെങ്കോട്ടയിൽ നിന്ന് തുടർച്ചയായി ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ നടത്തിയ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡും പ്രധാനമന്ത്രി മറികടന്നു. തുടർച്ചയായ 12 സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ ചെങ്കോട്ടയിൽ നടത്തിയതിലൂടെ ഇന്ദിരാഗാന്ധിയുടെ 11 പ്രസംഗങ്ങൾ എന്ന റെക്കോർഡാണ് മോദി മറികടന്നത്. അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന ജവഹർലാൽ നെഹ്റു 1947 മുതൽ 1963 വരെ തുടർച്ചയായി 17 തവണ ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ സുപ്രധാന പ്രഖ്യാപനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി GST നിരക്കുകൾ കുറയ്ക്കണമെന്നും പുതിയ നികുതി വ്യവസ്ഥ ആവശ്യ സേവനങ്ങളുടെ നിത്യവ്യവസായങ്ങളുടെയും വില കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മെഗാ തൊഴിലവസര പദ്ധതിയുടെ പ്രഖ്യാപനവും മോദി നടത്തി. യുവാക്കൾക്കുള്ള 1,00,000 കോടിയുടെ പദ്ധതിക്ക് ഇന്നലെ തുടക്കമായി. എല്ലാ ഭാഷകളും തുല്യമെന്നും എല്ലാ ഭാഷകളും വികസിക്കണമെന്നും മോദി പറഞ്ഞു. RSSന്റെ 100 വർഷത്തെ രാഷ്ട്രസേവനം സമാനതയില്ലാത്തതാണെന്നും സമർപ്പണത്തിന്റെ ഇതിഹാസമെന്നും മോദി പറഞ്ഞു. നുഴഞ്ഞുകയറ്റത്തെ ചെറുക്കുമെന്നും രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാർക്ക് വിട്ടുകൊടുക്കില്ലെന്നും നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി പ്രസംഗം അവസാനിപ്പിച്ചത്. സർക്കാരിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വിട്ടുനിന്നു. പാർലമെന്റിലെ പ്രതിപക്ഷ നേതാക്കളായ ഇരുവരും പരിപാടിയിൽ പങ്കെടുത്തില്ല. ഇതിനെ സംഘടിത മനസ്സെന്ന് അപലപിച്ച BJP പാകിസ്ഥാൻ അനുകൂലമായ കോൺഗ്രസ് നേതാക്കൾക്ക് എങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ തോന്നുമെന്നും വിമർശിച്ചു. രാഹുൽ ഗാന്ധി ദില്ലിയിലെ ഇന്ദിരാഭവനിൽ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് ആസ്ഥാന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. സോഷ്യൽ മീഡിയയിലൂടെ ഇരു നേതാക്കളും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു. 79ാം സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്ത് വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യൻ സമൂഹ യാഥാർത്ഥ്യങ്ങളെ വിസ്മയിക്കരുതെന്നും ദാരിദ്ര്യം, പട്ടിണിമരണം, ബാലവേല, ജാതി വിവേചനം, മതവിദ്വേഷം ഇല്ലാത്ത, തൊഴിലില്ലായ്മ ഇല്ലാത്ത ഒരു ഇന്ത്യ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും സ്വാതന്ത്ര്യ സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ പതാകയുടെ അനാദരവ് കാട്ടിയെന്ന് പരാതി. രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം കൊടിമരത്തിൽ നിന്ന് പാർട്ടി പതാക നീക്കി ദേശീയ പതാക ഉയർത്തിയിലാണ് പരാതി ഉയർന്നത്. കണ്ണൂരിലും പാലക്കാടുമായി മുസ്ലിം ലീഗ്, BJP, CPM പാർട്ടികളാണ് ഇക്കാര്യത്തിൽ ആരോപണം നേരിടുന്നത്. പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യ പോസ്റ്റർ ഭാഗത്തിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കർ എന്ന രീതിയിലാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ വിമർശനം ശക്തമാവുകയാണ്. പെട്രോളിയം മന്ത്രാലയത്തിന്റെ ട്വിറ്റർ പേജിലാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, സവർക്കർ എന്നിവരാണ് പോസ്റ്ററിൽ ഉള്ളത്. ഒരിക്കലും ഗാന്ധിയുടെ ചിത്രത്തിനൊപ്പം വയ്ക്കാവുന്ന ചിത്രമല്ല സവർക്കറുടെന്നും കള്ളവോട്ട് ഉൽപ്പാദനയുടെ ഫാക്ടറിയിൽ നിന്നതല്ല ഇതിനപ്പുറവും ഉണ്ടാവുമെന്നും അനിൽ അക്കരെ ഫേസ്ബുക്ക് കുറിപ്പിൽ വിമർശിച്ചു. ഗാന്ധി വധത്തിൽ വിചാരണ നേരിട്ടവരുടെ പേര് ഓർപ്പെടുത്തിക്കൊണ്ടാണ് അനിൽ അക്കരെ ഗാന്ധി ചിത്രത്തിനൊപ്പം സവർക്കറുടെ ചിത്രം വയ്ക്കുന്നതെന്ന് വ്യക്തമാക്കിയത്. ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യദിനാഘോഷം ഖാലിസ്ഥാൻവാദികൾ തടസ്സപ്പെടുത്തി. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ കോൺസുലേറ്റിന് മുന്നിലെ പരിപാടിയാണ് സംഘടിച്ചെത്തിയ ഖാലിസ്ഥാൻ ഭീകരർ തടസ്സപ്പെടുത്തിയത്. കോൺസുലേറ്റിന് മുന്നിൽ ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനം സമാധാനപരമായി ആഘോഷിക്കുന്നതിനിടെയായിരുന്നു സംഭവം നടന്നത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗവർണർ രാജ്ഭവനിൽ നടത്തിയ അറ്റ് ഹോം വിരുന്ന് സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. വിരുന്ന് സൽക്കാരത്തിലേക്ക് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നെങ്കിലും ഇന്നലെ വൈകിട്ട് നടന്ന പരിപാടിയിൽ മന്ത്രിസഭയിൽ നിന്ന് ആരും പങ്കെടുത്തില്ല. സർക്കാരിനെ പ്രതികരിച്ച് ചീഫ് സെക്രട്ടറി പരിപാടിയിൽ പങ്കെടുത്തു. താരാസംഘടന അമ്മയുടെ പ്രസിഡന്റായി സേതാമേനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ, ട്രഷററായി ഉണ്ണി ശിവപാലും തെരഞ്ഞെടുക്കപ്പെട്ടു. ജയന്ത് ചേർത്തലയും ലക്ഷ്മിപ്രിയയുമാണ് വൈസ് പ്രസിഡന്റ്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസുബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജയിച്ചതിൽ ഒരുപാട് സന്തോഷമെന്നും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും അമ്മാ സംഘങ്ങളിൽ നിന്ന് ആരും പിണങ്ങി നിന്നിട്ടില്ലെന്നും സംഘടനയിൽ നിന്ന് പോയവർക്കെല്ലാം തിരിച്ചു വരാം,
അവരെല്ലാവരും അമ്മ എന്ന കുടുംബത്തിന്റെ ഭാഗമാണെന്നും സേതുമേനോൻ പറഞ്ഞു. താരസംഘടന അമ്മയിൽ ഇപ്പോൾ ജനാധിപത്യം വന്നുവെന്നും അമ്മ ജനകീയമായെന്നും നടൻ ദേവൻ. സംഘടനയുടെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ദേവൻ. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടായിരുന്ന ദേവനെ തോൽപ്പിച്ച് സേതാമേനോനാണ് അമ്മ എന്ന സ്ഥാനത്ത് എത്തിയത്. താരസംഘടനയുടെ അമ്മയുടെ പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തതും നടൻ ദേവനായിരുന്നു. മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സേതുമേനോനും ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കുക്കു പരമേശ്വരനും കരുത്തുറ്റ സ്ത്രീകളാണെന്നും വളരെ മിടുക്കളാണെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സിനിമാ രംഗത്ത് വനിതകൾ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അമ്മ തെരഞ്ഞെടുപ്പിൽ വനിതകൾ തലപ്പത്തെത്തിയതിനെ WCC സ്വാഗതം ചെയ്തു. ചരിത്രത്തിലാദ്യമാണ് അമ്മ സംഘടന സ്ഥാനത്തേക്ക് വനിതകൾ എത്തുന്നത്. ആകെ 504 അംഗങ്ങളുള്ളതിൽ 298 പേരാണ് വോട്ട് ചെയ്തത്. അമ്മ സംഘടന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സേതുമേനോൻ ലഭിച്ചത് 27 വോട്ടിന്റെ ഭൂരിപക്ഷം. സേതുമേനോൻ 159 വോട്ട് നേടിയപ്പോൾ ദേവന് 132 വോട്ടാണ് ലഭിച്ചത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ 172 വോട്ട് നേടിയപ്പോൾ രവീന്ദ്രന് 115 വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. ട്രഷറർ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ണി ശിവപാൽ 167 വോട്ട് നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ അനൂപ് ചന്ദ്രന് 108 വോട്ടാണ് നേടാനായത്. ആകെ 504 അംഗങ്ങളുള്ള സംഘടനയിൽ ഇത്തവണ 298 പേരാണ് വോട്ട് ചെയ്യാൻ എത്തിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും തന്റെ പോരാട്ടം തുടരുമെന്ന് സാന്ദ്ര തോമസ്. പരാജയപ്പെട്ടെങ്കിലും തനിക്ക് മികച്ച വോട്ടുകൾ നേടാൻ കഴിഞ്ഞുവെന്നും ഫിലിം ചേംബർ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് താൻ മത്സരിക്കുമെന്നും സാന്ദ്ര തോമസ് കൂട്ടിച്ചേർത്തു. ADGP MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് കൊടുക്കാനുള്ള തീരുമാനം ഏത് അദൃശ്യശക്തിയുടെയാണെന്ന് കോടതി ചോദിച്ചെന്നും ഉപചക സംഘം എന്ന് കോടതിക്ക് പറയാനാകില്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ADGP അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് രൂക്ഷ വിമർശനത്തോടെയാണ് വിജിലൻസ് കോടതി തള്ളിയത്. സ്വന്തക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു അദൃശ്യശക്തി സർക്കാരിന്റെ മകളിലുണ്ടെന്നും ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവറുമായി അനുനയ ചർച്ച നടത്തിയെന്ന് MR അജിത് കുമാർ വിജിലൻസ് നൽകിയ മൊഴിയുടെ പകർപ്പ് പുറത്തുവന്നു. അൻവറുമായി അനുനയ ചർച്ച നടത്തിയെന്നും ചർച്ച സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചുമെന്നാണ് മൊഴി. അൻവർ ഉന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു. MR അജിത് കുമാരെ കൂടിക്കാഴ്ച നടത്തിയെന്നും അത് യൂട്യൂബർ വയർലെസ് ചോർത്തിയ കേസുമായി ബന്ധപ്പെട്ടാണെന്നും PV അൻവർ. ആദ്യഘട്ടത്തിൽ മാത്രമാണ് ചർച്ച നടത്തി. എന്തുകൊണ്ട് വഴിവിട്ട സഹായം താൻ ആവശ്യപ്പെട്ടെന്ന് അജിത് കുമാർ വ്യക്തമാക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്യുകയാണ്. കോഴിക്കോട് കൊയിലാണ്ടിൽ തോരായിക്കടവ് പാലം തകർന്ന സംഭവത്തിൽ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി ഉണ്ടാകും. മുൻവിധിയോടെ സമീപിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയ മന്ത്രി പാലം നിർമ്മാണം വൈകാൻ പാടില്ലെന്നും കൂട്ടിച്ചേർത്തു. 2022 തകർന്ന കോഴിക്കോട് കുളിമാട് പാലം പണിത ഉദ്യോഗസ്ഥർ തന്നെയാണ് തോരായിക്കടവ് പാലം നിർമ്മാണത്തിനും മേൽനോട്ടം വഹിച്ചതെന്ന് പ്രാഥമിക വിവരം. തകർന്നു വീഴാത്ത പാലാരിവട്ടത്തിന്റെ പാലത്തിന്റെ പേരിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയെ കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ സർക്കാർ സ്ഥാനത്ത് അടുത്തിടെ തകർന്നു വീണ 3 പാലങ്ങളുടെ പേരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കേസെടുക്കാൻ തയ്യാറാവുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSന്റെ രണ്ടാമത്തെ ശത്രുവാണ് ക്രൈസ്തവ സഭാതത്തോടെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നസ്രത്തിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടെന്നും സഭാനേതാക്കൾ ഇത് മറക്കരുതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ഉന്നയിക്കപ്പെട്ട ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോഴും 1 ലക്ഷത്തോളം കള്ളവോട്ടുണ്ടെന്ന് MP അടൂർ പ്രകാശിന്റെ ആരോപണം. തെരഞ്ഞെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്ത സ്ഥിതിക്ക് നിയമപരമായ തുടർ നടപടിക്ക് ഒരുങ്ങുകയാണ് അടൂർ പ്രകാശ് എന്ന് വ്യക്തമാക്കി. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ശമ്പളം ലഭിച്ചില്ല പരാതി പറഞ്ഞ താൽക്കാലിക ജീവനക്കാരെതിരെ പോലീസ് കേസെടുത്തു. സംഘം ചേർന്ന് ബഹളം വയ്ക്കുകയും സംഘർഷ സാധ്യത ഉണ്ടാക്കിയും ചൂണ്ടിക്കാട്ടിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ ചൊവ്വാഴ്ചയാണ് മന്ത്രി വീണ ജോർജ് എത്തിയത്. പൂവക്കോട് വെറ്റിനറി സർവകലാശാല ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പണമില്ലെന്ന് റിപ്പോർട്ട്. കടുത്ത സാമ്പത്തിക പ്രശ്നത്തിൽ തുടർന്ന് സർവകലാശാലയിൽ 350ഓളം വരുന്ന ജീവനക്കാരാണ് ഓഗസ്റ്റ് മാസം പകുതിയായിട്ടും ശമ്പളം കിട്ടാത്തത്. വെട്ടേറ്റ് വർഷങ്ങളോളം ചികിത്സയിലായിരുന്ന CPM പ്രവർത്തകൻ മരിച്ചു. കണ്ണൂർ അരിയിൽ സ്വദേശി വെള്ളരി മോഹനാണ് മരിച്ചത്. താമരശ്ശേരിയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥി പനി ബാധിച്ച് മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ വീട് ഉൾപ്പെടെ വാർഡിൽ പനി സർവേ നടത്തി. കുട്ടിയുടെ 2 സഹോദരങ്ങളും അച്ഛന്റെ സഹോദരനും ഒരു സഹപാഠിയും പനി ബാധിച്ച് ആശുപത്രിയിലാണ്. ആന്ധ്രാപ്രദേശിലെ വനിതകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്ന സ്ത്രീശക്തി പദ്ധതി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. കിഷ്താർ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 ഉയർന്നു. നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണെന്നും 2ാം ദിവസവും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. സ്ഥലത്തുനിന്ന് 100-ലേറെ പേരെയാണ് കാണാതെന്നാണ് പ്രാഥമിക വിവരം. കുവൈറ്റിലെ വിഷമന്ത ദുരത്തിൽ വിഷബാധയേറ്റ എണ്ണം 160 ഉയർന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മരണപ്പെട്ടവരുടെ എണ്ണം 21 ഉയർന്നു. കുവൈറ്റിലെ വിവിധ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗങ്ങളിലാണ് ഇവരിൽ ഭൂരിഭാഗം പേരെയും പ്രവേശിച്ചതെന്നും സങ്കീർണതകളുടെ തീവ്രത കാരണം വെന്റിലേറ്ററുടെ ഉപയോഗവും അടിയന്തര വൃക്ക ഡയാലിസിസും ആവശ്യമായി വരുന്നതായും മന്ത്രാലയം വിശദീകരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.